കാണിക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ്. ഇതൊരു എഗ്ലെസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 200 ml വിപ്പിംഗ് ക്രീം വേണം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. ഇതൊരു 8 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതും 200 ml വേണം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ബൗളും ഈ ബ്ലേഡും ഒരു 4-5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതുപോലെ ഐസ് നിറച്ചിട്ടുള്ളൊരു പാത്രത്തിൻ്റെ മേലെയാണ് നമ്മൾ വിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗൾ വെക്കേണ്ടത്. ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം വിപ്പ് ചെയ്യാൻ. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇതൊരു 5-6 മിനിറ്റ് വിപ്പ് ചെയ്താൽ മതി. സോഫ്റ്റ് പീക്സ് വന്നു കഴിഞ്ഞാൽ വിപ്പിംഗ് നിർത്തുക. പിന്നെ ഐസ്ക്രീം ആയതുകൊണ്ട് സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ക്രീം സോഫ്റ്റ് പീക്സ് ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യാം. വാനില എസൻസും ക്രീമും കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതൊരു 3 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഹാൻഡ് മിക്സർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടൻസ്ഡ് മിൽക്കും ക്രീമും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. ഇനി ഒരു പ്ലാസ്റ്റിക് ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കവർ ചെയ്യുക. ഐസ് ക്രിസ്റ്റൽസ് മേലെ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവൻ ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം. അങ്ങനെ നമ്മുടെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എഗ്ലെസ് വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഐസ്ക്രീം കോണിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അത് പോയി കാണുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.